യവൻ ദേഷ്യപ്പെട്ട് ഇവിടെ ഈ അശകളെല്ലാം വലിച്ചു പൊട്ടിച്ച്, സ്നിത്തല്ല മാഹി, അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചു ഒരു തൊട്ടിയും കയറൊക്കെ പൊട്ടിച്ച് കാണാം. നമസ്കാരം. വീട്ടുകാൽ പാലയ തേന എന്ന് പറഞ്ഞ് വളർത്തിയ അനുമോൾ എന്നറിയപ്പെടുന്ന ശ്രുതി മരണപ്പെട്ടിരിക്കുകയാണ്. സ്വയം ജീവനൊടുക്കിയതാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. വീട്ടുകാരെ ധിക്കരിച്ച് സ്നേഹിച്ച കാമുകനുമായിട്ട് ഒളിച്ചോടിപ്പോയി. മാഹീൻ എന്നാണ് അവന്റെ പേര്. അവനോട് ഒളിച്ചോടിപ്പോയി ഒരു 2-3 മാസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഈ കുട്ടി ഒരു മുഴം കയറിൽ സ്വയം ജീവനൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ മാഹീൻ എന്ന് പറയുന്ന ഈ നാറി പയ്യന്റെ പേരിൽ ഒരുപാട് കേസ് അടക്കമുണ്ട്. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയി അവസാനം ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ശ്രുതിയുടെ അവസ്ഥ എത്തിയിട്ടുള്ളത്. വീട്ടുകാരെ ധിക്കരിച്ച് വീട്ടുകാരെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന ഇതുപോലെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വർഷങ്ങളോളം നിന്നെയൊക്കെ പെറ്റ് വളർത്തി ഈ ലെവലിലാക്കിയ മാതാപിതാക്കളെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു നിമിഷം കാണുന്ന വല്ലവന്റെയും കൂടെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നീയൊക്കെ ആദ്യം മനസ്സിലാക്കണം. ഏതൊരു പെൺകുട്ടി 19 വയസ്സെന്ന് പറയുമ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ 18 വയസ്സാവാൻ കാത്തിരുന്ന് 19 വയസ്സിൽ ഒളിച്ചോടിയത് പോലെയാണ് എനിക്ക് ഈ കേസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ആ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം ഈ മാഹീന്റെ കുടുംബത്തിനോ ഒരു വിഷമവും ഒരു കോക്കനിട്ടുമില്ല. പകരം നഷ്ടം ആ അപ്പനും അമ്മയ്ക്കും, ശ്രുതിയുടെ അപ്പനും അമ്മയ്ക്കും. ഇത് ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പാലേ തേനേ എന്ന് പറഞ്ഞ് വളർത്തി നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വളർത്തി വലുതാക്കി വിടുമ്പോൾ അവരെയും കൂടി വിഷമിപ്പിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം മാതാപിതാക്കളെ കരിവാരി തേച്ചുകൊണ്ട് പോകുന്ന ഓരോ മക്കളും ഇത് മനസ്സിലാക്കണം. സ്നേഹിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ പുറമേ കാണുന്ന പുറമോടി കണ്ട് സ്നേഹിക്കാൻ നിൽക്കരുത്. ഇതുപോലെ വല്ലവനും വല്ല കേസിലും പ്രതിയും വല്ല വേട്ടവാളിത്തനവും വല്ല ലഹരിക്ക് അടിമയായിട്ടുള്ളവന്മാരെ സ്നേഹിച്ച് നീയൊക്കെ ഇറങ്ങിപ്പോയി അവസാനം മാതാപിതാക്കള് കാലാകാലമായിട്ടും അവരുടെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് കരയേണ്ട ഒരു അവസ്ഥയുണ്ടാകും. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ ശ്രുതിയുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ പാവം തോന്നിയാണ്. വളരെ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. അത് അവരുടെ വീടും പരിസരവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ അപ്പനും അമ്മയും ആ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ മകൾ ഒളിച്ചോടിയെങ്കിലും തിരിച്ച് മകൾ വന്നപ്പോഴും ഒരു ദേഷ്യവും ഒന്നുമില്ലാണ്ട് മകളുടെ ബർത്ത്ഡേ വരെ ആഘോഷിക്കുന്ന രീതിയിലാണ് ആ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ തിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ സ്വീകരിച്ചെങ്കിലും ഈ ശ്രുതി എന്ന് പറയുന്ന കുട്ടി സ്വയം ജീവൻ ഒടുക്കി. അപ്പൊ അതിന് മാത്രം തക്കതായ റീസൺ ഒന്നുകിൽ അവന്റെ ഭാഗത്തു നിന്നുണ്ടായി കാണും, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ കയറിയതിനു ശേഷം അവിടെ നിന്നുണ്ടായി കാണും. ഇവരുടെ മാരേജ് ഒരു ഇന്റർ കാസ്റ്റ് മാരേജ്. മാഹിൻ മുസ്ലിമാണ്, അതുപോലെ ഇവര് ഹിന്ദു ക്രിസ്ത്യൻ എങ്ങാണ്ടാണെന്നാണ് എനിക്ക് പേര് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഓഫ് കോഴ്സ് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും സഹിക്കാൻ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ടായിരിക്കണം ശ്രുതി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത്. അത് പോരാഞ്ഞിട്ട് ഈ മാഹിൻ എന്ന് പറയുന്നവൻ അത്യാവശ്യം കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാണ്. അങ്ങനെ ഉള്ളവനിൽ നിന്നും എന്തൊക്കെയാണ് ശ്രുതി അനുഭവിച്ചതെന്നും അതുപോലെ തന്നെ എന്താണ് ഈ കടുംകൈ ചെയ്യാനുണ്ടായ റീസൺ തക്കതായ രീതിയിൽ അന്വേഷിക്കണം. ശ്രുതിയുടെ ഫോൺ മിസ്സിംഗ് ആണ്. ഫോണ് അവൻ നന്നാക്കാൻ കൊടുത്തിരിക്കുന്നു, മറ്റാണ് മറിച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളും കാര്യങ്ങളും ഉണ്ട്. തക്കതായ രീതിയിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വിസ്മയ ന്യൂസിൽ വന്നിട്ടുള്ള ഈ പാരന്റ്സിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ മെമ്പർ സംസാരിക്കും. ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ഈ മാഹിനുമായിട്ട് പ്രണയത്തിലായ വിഷയങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു? അറിയത്തില്ലായിരുന്നു. എങ്ങനെയാ അറിഞ്ഞത്? ഇറങ്ങിപ്പോയപ്പോഴായിരുന്നു അറിഞ്ഞത്. അപ്പോൾ +2 പഠിക്കുകയായിരുന്നു? ഇല്ല, +2 എല്ലാം കഴിഞ്ഞു. എന്തും പറഞ്ഞ എവിടെ നിന്ന് പോയത്? കൂട്ടുകാരിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ പോയത്. പിന്നെ വന്നില്ല. പിന്നെ വൈകിട്ട് ഒരു 5:30 മണിയായപ്പോൾ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി അനുമോനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അത് ചുമ്മാതിരുന്ന് പറഞ്ഞു, മക്കളെ ആരുടെയും കൂടെ പോയതാണോ എന്ന് ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞു. അത് പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ മോള് ശ്രുതി എൻ്റെ മോൻ്റെ മാഹിൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത്. വർഷങ്ങളോളം 19 വർഷത്തോളം പെറ്റ് പോറ്റി വളർത്തിയ അച്ഛനെ അമ്മയും കളഞ്ഞിട്ട് ഇന്നലെ കണ്ടവനോട് ഇറങ്ങിപ്പോയതാണ് ഇവിടെ ശ്രുതി ചെയ്തിട്ടുള്ളത്. അതിനുള്ള ശിക്ഷയാണ് ശ്രുതിക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന എല്ലാ മക്കളും ചിന്തിക്കണം. ഈ ഇറങ്ങിപ്പോകുന്ന പിള്ളേർ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് പോലെ ഇന്നലെ കണ്ട ഒരുത്തന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ പയ്യന്മാരായാലും നിങ്ങളുടെ അപ്പനും അമ്മയും സ്നേഹിക്കുന്ന പോലെ ഒരുത്തിയും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾ എപ്പോഴും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും. ആ അപ്പനെ അമ്മയെ വിഷമിപ്പിച്ചിട്ട് ഇന്നലെ കണ്ടവൻ്റെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നാളെ നിങ്ങളുടെ ജീവിതം എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന്. ശ്രുതി ഇറങ്ങിപ്പോയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ച് കയറ്റിയിരിക്കുന്നു. അവിടെ വെച്ച് ബർത്ത്ഡേയും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനുള്ള ഒരു സെറ്റപ്പിലും ആയിരുന്നു. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിന്റെ റീസൺ ആണ് ശ്രുതി ഈ ഒരു കടുംകൈ ചെയ്തത്? അത് ഓഫ് കോഴ്സ്
ഈ മാഹീമിന്റെ വീട്ടിൽ നിന്നുമുള്ള എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളുമാണ് ശ്രുതിക്ക് താങ്ങാൻ പറ്റാണ്ട് ശ്രുതി ഈ ഒരു കടുംകൈ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബാക്കി അപ്പോഴത്തേനും പിന്നെ എനിക്ക് എൻ്റെ സമനില എല്ലാം തെറ്റി. അപ്പോഴത്തേനും അപ്പോഴേ പറഞ്ഞ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. അപ്പോൾ അണ്ണ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അണ്ണനെ വിളിച്ച് അണ്ണ അപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അവിടുന്ന് പോലീസുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്തിനാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, നിൻ്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നോളെന്ന് പറഞ്ഞ് എൻ്റെ കൈ തട്ടി അങ്ങ് എറിഞ്ഞു. അന്നങ്ങനെ പോയതാണ്. ഏട്ടായി എന്ന് പറഞ്ഞു പോകുന്ന പിള്ളേരൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളോളം ആരും സ്നേഹിക്കത്തില്ലടേ, ആരും സ്നേഹിക്കത്തില്ല. സ്വന്തം അപ്പനും അമ്മയെക്കാളും ഈ ഭൂമിയിൽ വലുതായിട്ട് ഒന്നുമില്ലെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പനും അമ്മയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ബാക്കി എല്ലാ സ്നേഹബന്ധങ്ങൾക്കും വാല്യൂ ഉള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പോലീസ് വന്ന സമയത്ത് സ്വന്തം വീട്ടുകാരെ വേണ്ട, ഇഠായിയെ മതി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ ജീവിതത്തിൽ നാശത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും എന്തെങ്കിലും ശാസിച്ചാലും അതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക. നല്ലതിന് വേണ്ടി മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇഠായിയെ കണ്ടപ്പോൾ ഇഠായിയുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ 19 വയസ്സും ആയല്ലോ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമായല്ലോ. അതുകൊണ്ട് ഇഠായിയുടെ കൂടെ തന്നെ കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. എന്തായാലും കൊള്ളാടെ, പാവം ആ വീട്ടുകാരുടെ അവസ്ഥ എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അവൾ അണ്ണന് സുഖമില്ലാതായപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു. അങ്ങനെ വന്ന് പിന്നെ വന്നും പോയൊക്കെ നിന്നിരുന്നു. പക്ഷെ അവിടെ മുഖത്തിനൊന്നും ഒരു സന്തോഷമോ ഇവിടുത്തെ ചിരിയും കളിയും ഒന്നും അവിടെ മുഖത്തിനൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാരെ നാണം കെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയെങ്കിലും അങ്ങേർക്ക് കുറച്ചു ദിവസം കഴിയുമ്പോൾ മോളെ കാണണം എന്നുള്ള തോന്നൽ തോന്നി തിരിച്ചു വിളിച്ചപ്പോൾ കുട്ടി വന്നെങ്കിലും മോളുടെ മുഖത്ത് ഇവിടെ നിന്ന് പോയ സന്തോഷമൊന്നും കാണാനില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇവിടെ ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി വ്യാഴാഴ്ച ഇവിടെ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. അന്ന് മോള് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോണെച്ചാൽ ഇവിടെ അന്ന് മാഹി ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. മറ്റേ വെള്ളിയാഴ്ച മോളെ പിറന്നാളായിരുന്നു. അപ്പോൾ അന്ന് പിറന്നാൾ ദിവസങ്ങളിൽ മോൾ ഇവിടെ വരുമായിരുന്നു ഒരു കേക്ക് മുറിക്കാനായിട്ട്. അന്ന് വ്യാഴാഴ്ച വന്ന് ഇവിടെ മരുന്നടിയൊക്കെ ആയിരുന്നു. അന്ന് എനിക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവരും വിരട്ടി ഓട്ടിച്ചു. അവരെല്ലാവരും പോയായിരുന്നു. ഈ സ്മിത്ത് വരെ ഉണ്ടായിരുന്നു ഇവിടെ. സുധീരെ കൂടെ പഠിച്ച പോയി. അപ്പം ശനിയാഴ്ച പണിയാണ് ഇവിടെ. 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾ അന്നേരവും അവൻ്റെ കൂടെ പറയുന്നു, കാല് പിടിച്ച് കരയുന്നു, എടാ നീ മേടിച്ച് കൊടുക്കരുത്, നീ എൻ്റെ ജീവിതം തകർക്കല്ലേടാ, എൻ്റെ ജീവിതം തകർക്കല്ലേ, എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കാല് പിടിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, നിൻ്റെ ഭർത്താവിന് ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നത്, ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഇവിടെ ഈ അശകളെല്ലാം വലിച്ച് പൊട്ടിച്ച്, സ്മിത്തല്ല മാഹി, അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ച് ഒരു തൊട്ടിയും കയറൊക്കെ പൊട്ടിച്ച് കിണറ്റിനകത്ത് അങ്ങിട്ട് അവൻ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അവൻ അപ്പോഴേ അങ്ങ് പോയി. പിന്നെ അവ ഇറങ്ങി വന്നത് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞില്ലേ എണ്ണ, 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത്. പിന്നെ വന്നവ ഇതിനകത്ത് കയറി കിടന്നിട്ട് പിന്നെ അവൻ രാവിലെ എണ്ണിച്ച് പോയി ഇറങ്ങി. ഏതോ നല്ല ഒന്നാം തരം വിടലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അമ്മാതിരി പരിപാടിയാണല്ലോ വന്നിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അവനൊക്കെ മദ്യപിക്കാനും ലഹരിക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഞാനെന്നും പറഞ്ഞാൽ കൂടിപ്പോവും. പെമ്പിള്ളേരാണ് ആദ്യം സ്വയമേ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തന്മാർക്ക് ഇറങ്ങി പോകുമ്പോഴും ഓരോരുത്തന്മാരുടെ ചന്തം കണ്ടുകൊണ്ട് ഇറങ്ങി അങ്ങ് തിരിക്കുമ്പോൾ ആലോചിക്കുക. അല്ലാണ്ട് ഇവൻ്റെയൊക്കെ ഞാനൊന്നും പറയണില്ല, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ. വളരെ വിഷമമുണ്ട്. നീയൊക്കെ ഇറങ്ങിപ്പോയി നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, നീയൊക്കെ അല്ലെങ്കിൽ സ്വയമേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇരുന്ന് ജീവിതകാലം മൊത്തം തീ തിന്നുന്ന മാതാപിതാക്കളാണെന്നുള്ളൊരു ചിന്ത വേണം. അതുപോലും ഇല്ലാണ്ട് എല്ലാം കൂടി അങ്ങ് തീർത്തോളൂ സ്വയമേ. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം അപ്പൻ്റെ അമ്മയടുത്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. അല്ല സ്വയമേ ജീവനൊടുക്കിയല്ല കളയേണ്ടത്. ഇനി അവിടുത്തെ മെമ്പർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും ഈ മരണം എനിക്ക് മാഹിനെക്കുറിച്ചോ മറ്റ് മുൻ ധാരണകളൊന്നുമില്ല, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഈ കുട്ടിയെ കാണുന്നത് തന്നെ അന്ന് ഈ മരണ ദിവസമാണ്. അസ്വാഭാവികത എന്ന് പറയാൻ, ഞങ്ങൾ ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന തട്ടുകടയിലെ പയ്യൻ ഓടി വരികയാണ് ചെയ്യുന്നത്. വരുമ്പോൾ ഈ 2 കൈകളിൽ കോരി എടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹിൻ. കോരി ശ്രുതിയെ 2 കൈ കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞ കണക്ക് കൈലോട്ട് കൊടുക്കുന്നു. അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്കൂട്ടിയിലാണ് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും. സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഈ വീടും ആശുപത്രിയും തമ്മിൽ ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാഹിനില്ല. പെട്ടെന്ന് വീണ്ടും റജിലാൽ ഇവിടെ വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ മകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെയും ആളില്ല. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധവും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇവർ ഈ മോള് പോയതിന് ശേഷം 2 മാസം അല്ല 4 മാസമായി ആകാൻ പോകുന്നു. 3 മാസങ്ങൾ ശരിക്കും കഴിഞ്ഞു. അപ്പോൾ പോയിട്ട് അതിനുശേഷം ഇങ്ങോട്ടുള്ള ശ്രുതിയുടെ സംസാരങ്ങളും ശ്രുതിയുടെ രീതികളും ശരിക്കും ഈ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന തരത്തിലാണ്. പിന്നെ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു എന്തോ ഒരു സംതിങ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അപ്പനും അമ്മയും നല്ല സ്നേഹത്തോടെ ചെല്ലത്തോടെ വളർത്തിയ ഒരു മകൾ, അവളുടെ തോന്നിവാസത്തിനും ഇഷ്ടത്തിനും ഇറങ്ങി ഇഷ്ടമുള്ളവൻ്റെ ഒരുത്തൻ്റെ കൂടെ പോയി. അവിടെ പോയപ്പോൾ
അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ല. കാരണം മോൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ, പിന്നെ ഇന്റർ കാസ്റ്റും ആയിരിക്കും. അതൊരു വിഷയം തന്നെ ആയിരിക്കണം. മേ ബി നമുക്കറിയാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യണം. ഈ മാഹിൻ എന്ന് പറയുന്ന അവന്റെ വീട്ടുകാരെ എല്ലാം ചോദ്യം ചെയ്യണം. ഒന്നിനെ പോലും വെറുതെ വിടാതെ ചോദ്യം ചെയ്യണം. എന്താണ് ഈ കുട്ടിയുടെ അടുത്ത് അവർ പെരുമാറിയ രീതി, കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ മാഹിൻ ഇവിടെ വന്നിട്ട് അലമ്പും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവന് നേരത്തെ തന്നെ കേസും കാര്യങ്ങളും ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് അടപടലം, മൊത്തത്തിൽ ആ ഫാമിലിയിൽ ആ കൊച്ചു പോയി കയറിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി ഇവിടെ CPM മെജോറിറ്റിയുള്ള സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും, ഞാനും CPM ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ആ ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് മാഹിൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ RS ബിജുവിനോട്, അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തോട് പരുഷമായി സംസാരിക്കുകയും മരിച്ചു കിടക്കുന്ന ആളിനോട് പോയി സത്യം ചോദ്യം എന്നൊക്കെ പറയുന്ന സമയത്താണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ പെൺകുട്ടിയുടെ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വീഴുന്നത്. 9:00-ക്ക് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും. അതായിരുന്നു അങ്ങനെയാണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു വിഷയം, ചെറിയൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ ആൾക്കാർ തമ്മിൽ, ഈ ബന്ധുക്കൾ തമ്മിലുണ്ടായിരുന്ന പോലീസ് അറസ്റ്റ് ചെയ്യണം. മാഹിനെ അറസ്റ്റ് ചെയ്യണം. റിമാൻഡിലാണ്. സൂപ്പർ. കുഞ്ഞമ്മ വെട്ടിയാസിന് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അടിപൊളി, നല്ല അടിപൊളി, കലകം പയ്യൻ കേട്ടാ. ഏതായാലും കണ്ടുപിടിച്ച് പോയ പയ്യൻ സൂപ്പർ. ഇന്നലെ കണ്ടവൻ്റെ ഇറങ്ങിപ്പോയപ്പം സ്വന്തം വീട്ടുകാരെ മറന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാകട്ടെ എന്ന് തന്നെയാണ് എനിക്കിത് പറയാനുള്ളത്. അത്രയ്ക്ക് വിഷമമുണ്ടേ. വളർത്തി വലുതാക്കി അപ്പനെ അമ്മയും വേണ്ടാന്ന് ഇന്നലെ കണ്ടവൻ്റെ ഇറങ്ങിപ്പോകുന്ന എല്ലാവരുമാരും ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥയെന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലല്ലോ കൊടുത്തു. പരാതി മറ്റേ മൊഴി എഴുതിയ സമയത്ത് നമ്മൾ പരാതികളെല്ലാം കൊടുത്തു. ഇവിടെ ആളുണ്ടായിരുന്നു, സ്മിത്ത് വന്നിരുന്നു എന്നെല്ലാം പറഞ്ഞു പരാതി മൊഴിയും കൊടുത്തു. പരാതി നമ്മൾ കൊടുത്തില്ല. അപ്പൊ ഇപ്പൊ എന്റെ ഇല്ല, പിന്നെ 3 ദിവസമേ ആയുള്ളൂ. 3 ദിവസമേ ആയതുള്ളൂ. അപ്പൊ ഇപ്പൊ എന്റെ അനിയത്തി വിളിച്ചു പറഞ്ഞ്, ചേച്ചി തീർച്ചയായിട്ടും കൊണ്ടുപോയി അസ്വാഭാവിക മരണത്തിന് ഒരു പരാതി കൊടുത്തേ പറ്റുള്ളൂ, അത് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ അനിയത്തി ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇവൻ പിന്നെ നിങ്ങളെ കണ്ടിട്ടില്ല? ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. എന്റെ അമ്മയും സഹോദരിയും മരണത്തിനുണ്ടായിരുന്നു. എന്നിട്ട് അവർ സംഘർഷത്തിന്റെ ഭാഗം ആവുകയും ചെയ്ത് അവർ ആ സ്പോട്ടിൽ പോവുകയും ഇല്ല, അവർ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഒരു പൊന്നുമോളെന്നൊക്കെ പറഞ്ഞു. അവർ പൊന്നുമോള് അവരുടെ സ്വന്തം മോളെക്കായാലും സ്നേഹമുള്ള മോള, എനിക്ക് കിട്ടിയ സ്വത്താണെന്നല്ല അന്ന് അവരിരുന്നോണ്ട് പറഞ്ഞത്. ഓഹോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായിമ്മ. എന്തായാലും കൊള്ളാം, കലക്കൻ അമ്മായിയമ്മ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മായിമ്മ എന്താണ് ആ മോളോട് ചെയ്തത്? ആ മോള് സ്വന്തം വീട്ടിലോട്ട് വന്നപ്പോൾ ഇത്രയും കാലം ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന മകൾ എന്തുകൊണ്ട് ഭയങ്കര കുണ്ഠിതത്തോടെ ഇരുന്നു? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ പോയി കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല പോലെ ഇവരെല്ലാവരും ആ കൊച്ചിനെ അടിമ പോലെ ആക്കി കാണും, അല്ലെങ്കിൽ പട്ടി വില കൊടുത്ത് കാണും. അതിനുശേഷം ആ കൊച്ചിന് അതെല്ലാം കൂടി താങ്ങാൻ പറ്റി കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോന്നിനെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യണം, ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. ഇതൊക്കെ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? അത് മാത്രമല്ല ഈ കുട്ടിയുടെ ഫോൺ മിസ്സിംഗ് ആണല്ലേ? ഫോൺ മിസ്സിംഗ് ആണ്. ഫോൺ അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ കംപ്ലൈന്റ് ആയി കടയിൽ കിടക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മോക്ക് ഞാൻ ആ ഫോൺ എടുത്ത് കൊടുത്തിട്ട് 5 മാസം ആയതേ ഉള്ളൂ. ആ ഫോൺ കംപ്ലൈന്റ് വരാൻ ഒരു സാധ്യതയില്ല. അന്ന് മോൾ ഈ മരിക്കുന്നതിൻ്റെ അന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് മാഹിൻ ആ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഫോൺ അന്ന് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഫോൺ മിസ്സിംഗ് ആണെന്ന് എന്നോട് സുലേഖ പറയുന്നു. ചേച്ചി, എനിക്ക് ആ ഫോൺ മേടിച്ച് തരണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ സംഘർഷം നടക്കുന്ന മുകൾ ആ തേരി ഭാഗത്തായിട്ടാണ് സംഘർഷം നടക്കുന്നത്. അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇങ്ങനെ പഴയ പ്രസിഡന്റിനോട് തന്നെ ഞാൻ പറയുന്നു, അണ്ണാ ഈ കുട്ടിയുടെ ഫോൺ മിസ്സിംഗ് ആണെന്ന് പറയുന്നത്, അത് മാഹിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഹിൻ്റെ സഹോദരി പറയുന്നത്, അയ്യോ അതങ്ങനെയല്ല, അത് കംപ്ലൈൻ്റ് ആണ്, ഞങ്ങൾ നന്നാക്കാൻ കടയിൽ കൊടുത്തേക്കുകയാണ്, സിം മാത്രം ഞങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്, അല്ലാതെ ഫോണിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇല്ല, അത് ഇന്നലെ പറയുന്നത് ചിങ്ങേലി ഏതോ ഒരു കടയിലുണ്ട് അമ്മച്ചി ഫോണെന്ന് പറഞ്ഞു. പക്ഷേ അത് ഏത് കടയിലാണ് നമുക്ക് വ്യക്തമാക്കാൻ വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അത് അവൻ്റെ കയ്യിൽ തന്നെ ആ ഫോണുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അവർ റിമാൻഡിലാണെങ്കിൽ അവൻ്റെ ഉമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ കയ്യിലോ. ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ പരാതി കൊടുത്തിട്ട് ആ ഫോൺ തിരികെ കൊണ്ടുവന്ന് ആവശ്യപ്പെടുക. ഇന്ന് ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു. ഇന്നലെ അന്ന് പരാതി കൊടുക്കുക, ഈ പരാതി കൊടുക്കാനായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ പറഞ്ഞ് SI ഇല്ല, ഇന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് പോകാതിരിക്കുകയാണ് നമ്മൾ. 10 മണിയായിട്ടല്ലേ SI ഒക്കെ വരുവുള്ളൂ. അപ്പോൾ ഈ 2 പരാതിയും കൂടെ കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ആ ഫോൺ എടുത്തതിന് ശേഷം തക്കതായ രീതിയിൽ ആ ഫോണൊന്ന് പരിശോധിക്കണം. പരിശോധിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശ്രുതി എന്തെങ്കിലും മാനസികമായ വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരികളോട് അത് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന രീതികളോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരെ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം. അല്ലാണ്ട് ശ്രുതി ഇങ്ങനെ ഒരു കടുങ്കൈ ചുമ്മാ ഇരിക്കുന്നൊരു ജീവിച്ച് കൊതി തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ചെയ്യത്തില്ലല്ലോ. എന്തോ തക്കതായ വിഷയം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാരെ വെറുപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാവളുമാരും ഇതൊക്കെ ഒന്ന് കാണുക, മനസ്സിലാക്കുക. നിങ്ങളെ വീട്ടുകാരെ പോലെ ആരും സ്നേഹിക്കത്തില്ല. നാളെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നവന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി അവരാരും പിന്നെ കാണത്തില്ല. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നും തീർന്ന് ജീവിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ മാത്രമായിരിക്കും. അതും കൂടിയൊക്കെ മനസ്സിലാക്കി ഇറങ്ങിപ്പോകുന്നവളുമാരെല്ലാം ചിന്തിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.